കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് 1966 രൂപീകരിച്ച സമിതിയാണ് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ. ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ നടത്തിയിട്ടുള്ളത്. അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മുൻപുള്ള ഭരണസമിതിയുടെ വലിയ ഒരു പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വലിയ ഇടപെടലുകളൊക്കെ നടത്തിയത് ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ വകുപ്പ് മന്ത്രിയുടെ ബഹുമാനിയായിട്ടുള്ള ശ്രീ എം പി രാജേഷ് അവരുടെയും അതുപോലെ തന്നെ കിലയുടെ, പ്ലാനിംഗ് ബോർഡിന്റെ, IKMന്റെ, അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാം വലിയ സഹകരണത്തോടു കൂടിയാണ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്. ജനപ്രതിനിധികൾക്ക് വേണ്ടിയും ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയും സമയാസമയങ്ങളിൽ കൊടുക്കുന്ന പരിശീലന പരിപാടി അത് കൊടുക്കുന്ന കാര്യത്തിൽ കില വലിയ രീതിയിലാണ് അസോസിയേഷനെ സഹായിക്കുന്നത്. ലൈവായിട്ട് കേരളത്തിലെ ഇപ്പോഴത്തെ പ്രശ്നം വയോജനങ്ങളുടെ പ്രശ്നമാണ്. അത് ഉൾപ്പെടെ പരിഹാരം കാണുന്നതിന് വേണ്ടി വയോജന സൗഹൃദ പഞ്ചായത്തുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അസോസിയേഷന്റെ ഒരു തീരുമാനം. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ജില്ലയിലെ തന്നെ 70 ഗ്രാമപഞ്ചായത്തുകളിൽ വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കൂടാതെ മറ്റ് 63 പഞ്ചായത്തുകളിലടക്കം വയോജന സൗഹൃദ പഞ്ചായത്തുകളാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ കാർഷിക മേഖലയുടെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാർഷിക സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ബാലസൗഹൃദ പഞ്ചായത്ത്. കേരളത്തിലെ 3 പഞ്ചായത്തുകൾ ഈ ഒരു സ്കീം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് SC/ST മേഖലയിലുള്ള പിന്നോക്കാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നം ST മേഖലയിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പാലക്കാട് ജില്ലയിലെ ഷോളയാർ ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണമായിട്ടും അവരുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ST സൗഹൃദ പഞ്ചായത്ത് എന്ന നിലയ്ക്ക് അതിന്റെ ഒരു പ്രവർത്തനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സദ്ഭരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് 2 പഞ്ചായത്തുകൾ, അതായത് ആര്യനാട് പഞ്ചായത്ത്, നാദാപുരം പഞ്ചായത്തിനെയും ഒരു മോഡൽ എന്ന നിലയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും വിവിധ മേഖലകളിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിവിധ അവാർഡുകൾ, വിവിധ ട്രോഫികളടക്കം വാങ്ങുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടുന്ന സഹായങ്ങൾ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ നാടിന്റെ ആകെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി എന്നോടൊപ്പം തന്നെ ബഹുമാനിയായിട്ടുള്ള ഇതിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ്, അതുപോലെ തന്നെ ബഹുമാനിയായിട്ടുള്ള CEO ശ്രീ മദൻ മോഹൻ സാർ, അതോടൊപ്പം തന്നെ എന്നോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ബഹുമാനിയരായിട്ടുള്ള ഭാരവാഹികൾ, ബഹുമാനിയരായിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് അസോസിയേഷന്റെ സ്റ്റാഫുകൾ, ഇവരുടെ എല്ലാം കൂട്ടായിട്ടുള്ള സഹകരണത്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിയുന്നത്.